യാത്രയിൽ നാം പലരെയും കണ്ടുമുട്ടുന്നു. ചിലർ നമ്മെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നു, ചിലർ പ്രത്യാശ നൽകുന്നു, ചിലർ ദൈവത്തിലേക്ക് വഴികാട്ടുന്നു. എന്നാൽ വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. സാധാരണ ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ അസാധാരണമായ വിശുദ്ധിയിലേക്ക് എത്താമെന്ന്. ഇന്ന് നമ്മൾ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ഒരു നിമിഷം കണ്ണോടിക്കുകയാണ്. സ്വർഗത്തിലെ സംഭാഷണങ്ങൾ, വിശുദ്ധരുടെ വാക്കുകളിലൂടെ വിശുദ്ധിയിലേക്കുള്ള ഒരു ക്ഷണം. നിത്യമഹത്വത്തിന്റെ കവാടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ദുഃഖങ്ങളില്ല, ദൈവസാന്നിധ്യത്തിൽ സമാധാനം മാത്രമേ ഉള്ളൂ. ആന്റണി ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടല്ലോ. നിന്റെ മുമ്പിൽ യാചനകളുമായി ആരും എത്തിയില്ലേ? പിന്നല്ലാതെ പീറ്ററപ്പ, എല്ലാവർക്കും എന്തൊരു മറവിയാ. തിക്കും തിരക്കും. കാണാതെ പോയ വസ്തുക്കൾ കണ്ടുപിടിക്കാൻ അവർക്ക് ഞാനേ ഉള്ളൂ. ഞാനല്ലാതെ പിന്നെ ആരപ്പ? ശരിയാ ആന്റണിയെ, ദൈവത്തോടുള്ള മധ്യസ്ഥം തേടാൻ നമ്മളെല്ലാം അവരുടെ വഴികാട്ടി. അല്ലപ്പ, സെബസ്ത്യാനോസിനെ കണ്ടില്ലല്ലോ. ഇന്നാളെ എവിടെ പോയി? അവൻ നല്ല ബിസിയായിരുന്നു. തിരുനാളിലെല്ലാം കഴിഞ്ഞ് ശാന്തമായി എത്തിയിട്ടേ ഉള്ളൂ. പ്രാർത്ഥനകളും യാചനകളുമായി അവൻ ദൈവത്തിന്റെ അടുത്തായിരിക്കും. സൃഷ്ടിയിലെ ഓരോ ജീവനും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. ചെറുപക്ഷികളുടെ പാട്ടിലും ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ കാണുന്നു. ദൈവത്തിന്റെ ശാന്തമായ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു. നമ്മുടെ ജോർജിനെ കാണാനില്ലല്ലോ. സാധാരണ പതിവിന് നേരത്തെ അവനാണ് ഇവിടെ വരാറുള്ളത്. ഇപ്പൊ അവനെ ഇവിടെ കാണാറ് പോലുമില്ല. ഭൂമിയിൽ നമ്മുടെ മക്കൾ വളരെ പ്രതിസന്ധിയിലാണ്. പാമ്പശല്യമേറിയിരിക്കുകയാണ്. കൂടാതെ വന്യജീവി ആക്രമണങ്ങളും. അതിനാൽ ജോർജ് ഭൂമിയിലേക്ക് പോയിരിക്കുകയാണ്. അവനെ കൊണ്ട് ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കാൻ കഴിയും. നീ സിംഹത്തെയും പാമ്പിനെയും ചവിട്ടും, സിംഹക്കുട്ടിയെയും സർപ്പത്തെയും നീ തകർക്കും. കാട്ടുമൃഗങ്ങളെയും ദുഷ്ടശക്തികളെയും നീ ഭയപ്പെടേണ്ട. യഹോവ നിന്നെ എല്ലായിടത്തും കാത്തു സൂക്ഷിക്കും. ദൈവവചനം നമ്മെ ഇവയെല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആ മദർ വന്നല്ലോ. ആശ്വാസമായി. ഭൂമിയിലെ അഗതികളെ സംരക്ഷിക്കാനൊക്കെ ഇപ്പോൾ സ്ഥാപനങ്ങളുണ്ട്. ഭൂമിയിലും നിറയെ മാലാഖമാരുണ്ട്. സന്തോഷമായി. അയ്യോ, കേരളത്തിൽ എന്തൊരു കാലാവസ്ഥയാണ്. ഒന്നും അങ്ങോട്ട് കണക്ട് ആവുന്നില്ലല്ലോ. എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത്? അപ്പ പുതിയതായിട്ട് നമ്മളെ കൂട്ടത്തിൽ ആരും വന്നില്ലേ ഇതുവരെ? പിന്നല്ലാതെ നമുക്കൊരു കൊച്ചു മിടുക്കനെ കൂടെ കിട്ടിയിട്ടുണ്ട്, കാർലോ അക്യൂട്ടസ്. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് അവനെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധനാക്കി. അതെ, യുവജനങ്ങളെല്ലാം ഇപ്പോൾ ഇവനെയാണ് അനുകരിക്കുന്നത്. ശരിയാ, അവൻ ആള് പുലിയാ കേട്ടോ. ക്രിസ്തുവിന്റെ സന്ദേശം സോഷ്യൽ മീഡിയ വഴി അവൻ ലോകത്തിന് പകർന്നു കൊടുത്തിരുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അത്ഭുതങ്ങളുടെ ഒരു വെബ്സൈറ്റും തയ്യാറാക്കി. അതെ, ലോകത്തിൽ ജീവിച്ചിട്ടും എന്റെ ഹൃദയം ഇവിടെ സ്വർഗത്തിലായിരുന്നു. സാങ്കേതിക വിദ്യ പോലും വിശുദ്ധിയിലേക്ക് വഴി തുറക്കാമെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. ഇതാ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ മിടുക്കിയെ പരിചയപ്പെടുത്തി തരാം. ദിവ്യകാരുണ്യത്തിന്റെ വാനമ്പാടി അജ്ന പുഞ്ചിരിച്ചുകൊണ്ട് വെല്ലുവിളിച്ചവൾ, ഈശോ എന്ന ഒരൊറ്റ ചിന്തയുമായി ജീവിച്ച ഒരു പെൺകുട്ടി. മറ്റൊന്നും അവൾക്ക് വേണ്ടിയിരുന്നില്ല. ഈശോയെ കിട്ടിയാൽ അവൾക്ക് എല്ലാമായി. കഠിനമായ വേദനകൾക്കിടയിലും ശാന്തമായി പുഞ്ചിരിക്കുവാൻ സഹായിക്കുന്ന സജീവനായ ദൈവത്തെയാണ് അവൾ നമുക്ക് കാണിച്ചു തന്നത്. അവളിപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണല്ലോ. നമുക്ക് വിശുദ്ധരെ വേണം. പുതുതലമുറയിലെ വിശുദ്ധർ, ലോഹയിടാത്ത, ശിരോവസ്ത്രം അണിയാത്ത, ജീൻസും ഷൂസും ഇടുന്ന, സിനിമ കാണാൻ പോകുന്ന, പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, കൂട്ടുകാരുടെ കൂടെ ചുറ്റിയടിക്കുന്ന വിശുദ്ധർ.
ഏതെങ്കിലും ജോലിയിൽ പ്രവേശിക്കുക എന്ന കേവല ജീവിത ലക്ഷ്യത്തിലുപരി ദൈവത്തിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്ന, പരിശുദ്ധിയും നന്മയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രണയിക്കുവാൻ അറിയുന്ന വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട്. 21-ാം നൂറ്റാണ്ട് ഇണങ്ങുന്ന ആധ്യാത്മികതയും പാവങ്ങളുടെ പ്രത്യേക പരിഗണനയുമുള്ള ഈ കാലഘട്ടത്തിന് ആവശ്യമായ സാമൂഹിക മാറ്റങ്ങൾ വരുത്തുവാൻ മുന്നിട്ടിറങ്ങുന്ന വിശുദ്ധരുണ്ടാവണം നമുക്ക്. അതിനാൽ നമുക്ക് നല്ല വിശുദ്ധരായി നമ്മുടെ കുറവുകൾ നിറവുകളാക്കി മാറ്റി ദൈവഹിതത്തിലേക്ക് സഞ്ചരിക്കാം.